ഈ റബ്ബർ മറിച്ചിട്ട് എന്തോതിനാ സംഭവം? അത് ഈ ഇലയെല്ലാം ഒടിച്ചേ, ഇലയും കൊച്ചു കൊമ്പെല്ലാം ഒടിച്ച് തിന്നു കേട്ടോ. എന്നിട്ട് കൂടുതലും പട്ട, ഈ തൈ ആണെങ്കിൽ പട്ട കാന്തും. ഈ തൈമരം ആണെങ്കിൽ പട്ട കാന്തും. ഇന്ന് പട്ടയ്ക്കെല്ലാം മധുരമാണ്. ഇതൊക്കെ ഇന്ന് ഇറങ്ങിയതാണ്, ഇന്ന് ചവിട്ടി ഇറങ്ങിയതാണ്. രാവിലെ അതിലേ ഇറങ്ങി ഇറങ്ങി താഴെ പോയോ അങ്ങോട്ടുണ്ടായിരുന്നു പറഞ്ഞു. പട്ട കൊച്ചു മരമാണെങ്കിൽ പട്ട കാന്തും, നല്ല മധുരമാണ്. എന്നിട്ട് ഇലയെല്ലാം ഒടിച്ച് തിന്നിട്ട് ഈ കൊച്ചു കമ്പ് വരെ ഒടിക്കും കേട്ടോ. കൊച്ചു കമ്പ് വരെ ഒടിച്ച് തിന്നു. വലിയ വന്നല്ലേ JCB തെള്ളുമ്പോൾ വലിയ തെള്ളിക്കൊണ്ട് വരുന്ന മരം. ഇവിടെ എല്ലാം ഇറങ്ങി നിൽക്കുന്ന പ്ലാവൊക്കെ നമ്മളിപ്പോൾ പൊട്ടിച്ചൊന്നും എടുത്തില്ല. ഇവിടെ ചരുവരാന്നല്ലേ ഇല്ല. ഇത് കൂട്ടാനാകുമ്പോഴേ ആൾക്ക് നമുക്ക് ഓരോന്നങ്ങ് തെള്ളു. ആൾക്ക് നമുക്ക് ഓരോന്നേ ഉള്ളൂ. അല്ല ഇതേപോലെ കൊച്ചു കമ്പ് പിടിച്ചിട്ടേ കേട്ടോ. ഇതേപോലെ കൊച്ചു കമ്പ് പിടിച്ചിട്ടാലേ ഇതിങ്ങനെ തുമ്പി കഴിഞ്ഞാൽ ചിറ്റിയൊക്കെ പിടിക്കും. നമ്മളേക്കൊക്കെ എടുത്ത് ഒറ്റ ഏറി വെച്ച് തരും. നമ്മളറിയത്തില്ല, രാത്രിയില്ലേ. അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടത്. അവിടെ ചവിട്ടി ഇറങ്ങി തെള്ളി വന്നാൽ വേണ്ട. ചവിട്ടി മഴ തെള്ളി അവിടുന്ന് ചവിട്ടി വിട്ട് താഴെ വരെ വന്നിട്ടുണ്ട്. ഇറക്കത്തൊക്കെ ഭയങ്കര സ്പീഡ് വരും. ഇറക്കത്ത് എത്ര വർഷമായി ഇത്? ഞാൻ 14ാമത്തെ വയസ്സ് തുടങ്ങിയതാണ് പരിപാടി. 14 കാവൽ. ഈ ആന ജോയിന്ന് വരാനുള്ള പേരെന്ത്? അന്നോട്ട് ആനക്കാവലില്ലേ? അന്നോട്ട് ആനക്കാവല. ചീനിക്കുപ്പി അന്ന് കോട്ടക്കത്തെ തെങ്ങൂരിപ്പ്, കോട്ടക്കൻ തെങ്ങൂരിപ്പ്. നമ്മളെ കോട്ടക്ക അമ്പലമല്ലേ, അമ്പലത്തിൻ്റെ നേരെ കിഴക്കേ പോകും തെങ്ങൂരിപ്പ് എന്ന് പറയും. അവിടെ ആയിരുന്നു ഈ കാവൽ. ആ ഫാമിംഗ് കോർപ്പറേഷൻ ഉണ്ടല്ലോ, അവിടെ ചീനി ഉണ്ടായിരുന്നു. അവിടെ ഈ ടാപ്പിങ്ങുകാർക്ക് കൃഷി സ്ഥലം കൊടുക്കുമായിരുന്നു ഏക്കർ കണക്കിന്. അന്ന് ഈ മരം തീയൊക്കെ വീണ് പോയ സ്ഥലമേ. അങ്ങനെ അവിടെ കാവലിന് പോയതാണ്. ഞങ്ങളുടെ ചേട്ടച്ചാർക്കൊക്കെ പണ്ട് ചീനിക്കുപ്പി കാവലായിരുന്നു. അന്ന് ചീനിക്കുപ്പ് ഉള്ള കാലത്ത്. ഇല്ല, നമുക്കിതുവരെ ഇതുവരെ ആനയൊന്നും അങ്ങനെ ഓടിച്ചിട്ട് ഒന്നുമില്ല. പിന്നെ പലരും നമ്മുടെ കൂടെ ഒരു വാച്ചറുണ്ടായിരുന്നു, അയാൾ ആന ഓടിച്ച് വീണു. ഞാൻ പിന്നെ തീ കൂട്ടി തീക്കമ്പെടുത്തെറിഞ്ഞപ്പോഴേ ആന അവിടെ നിന്നു. അല്ലെ അയാൾ അന്ന് ആന കൊന്നേന്. ഇത്ര അടുത്ത് വന്നു ആന ചവിട്ടി. തീക്കമ്പെന്ന് പറഞ്ഞാൽ ആന അവിടെ നിന്നു കേട്ടോ. അല്ലെങ്കിൽ അയാൾ പെട്ടെന്ന് അറിയാൻ പറ്റില്ല. ഇത് വരുമ്പോൾ നിന്ന് ചുള്ളിയൊന്നും ഒടിയത്തൊന്നുമില്ല. നമ്മൾ വിചാരിക്കും വലിയ ജീവിയില്ലേ ചുള്ളിയൊക്കെ ഒടിച്ച് കുറച്ചാൽ വരുന്നതെന്ന്. പക്ഷേ ഒരു കൊച്ചു ചുള്ളി പോലും ഒടിയത്തില്ല ഈ ആന വരുമ്പോൾ. നമ്മളെ ഉപദ്രവിക്കുന്നുണ്ടെങ്കിൽ കറക്റ്റ് പിടിക്കും. നമ്മളെ മണം പിടിച്ചേ എത്ര വർഷം കഴിഞ്ഞാലും ഈ ആന മറക്കത്തില്ല. മേല് നോവിച്ചാലേ, മേല് നോവിച്ചാൽ പിന്നെ ആന നമ്മുടെ മണവും ആ സ്വരവും എത്ര വർഷം കഴിഞ്ഞാലും അതെങ്ങനെ മനസ്സിൽ കൊണ്ടു നടക്കും. അത് എവിടെ പോയെന്ന് പറയാം, അവൻ്റെ കൈ കിട്ടിയാൽ അത് മണവും ഈ സ്വരവും മാറത്തില്ല കേട്ടോ. ഈ ഇവിടെ ഒരു ചെവിമുറി ആനയുണ്ടല്ലോ, ഈ ആന ഇങ്ങനെ പലയിടത്തായിട്ട് കയറി ഇറങ്ങുന്നത്. അത് ആരെയും ചിലപ്പം പിള്ളേർ സെറ്റൊക്കെ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ ഉപദ്രവിച്ച് കാണും. ആനയെ ഉപദ്രവിച്ച പണിയാ. ആനയെ ഉപദ്രവിച്ച് കഴിഞ്ഞാൽ തീയൊക്കെ എടുത്ത് എറിയത്തില്ല ചിലർ. അതൊക്കെ തീയൊക്കെ എടുത്തെറിഞ്ഞാൽ ആന അവരെ നോട്ടം ഇട്ട് വെച്ചേക്കും. എവിടെയെങ്കിലും ബാക്കി വെച്ച് കിട്ടും. നമ്മൾ ചിലപ്പോൾ പ്രതീക്ഷിക്കത്തില്ലല്ലോ, കാവലില്ലെന്ന് വെച്ചാൽ. നമ്മളിപ്പോൾ ആനയെ പ്രതീക്ഷിക്കാനായിരിക്കും വേറെ വഴിക്ക് പോകുന്നത്. അവൻ നമ്മളെ ഇങ്ങനെ വാച്ച് ചെയ്ത് നടക്കും. ആ സമയത്ത് പിടിയും വീഴും. നമ്മൾ ഇത് ശ്രദ്ധിക്കുന്നില്ലല്ലേ. അത് അന്ന് കഴിഞ്ഞില്ല, ഇപ്പോൾ വർഷങ്ങളായില്ലേ, വർഷങ്ങളായി ആയെന്നും പറഞ്ഞുകൊണ്ട് അവർ ഗവനിക്കത്തില്ല. പക്ഷെ ആന മറക്കത്തില്ല. ആനക്കല്ലി എന്ന് പറയുന്നത്. അത് അവൻ അങ്ങനെ മനസ്സിൽ കൊണ്ട് കിടന്ന് അവൻ പിടിയും വീഴും. ബോർക്കാപ്പുറത്തുള്ളതല്ലേ, നമ്മൾ ഗവനിക്കുന്നില്ലല്ലേ. ഭയങ്കര കുഴിയാണ്. കിണറാണോ ഈ മേളിൽ നിന്ന് വെള്ളം വന്ന് ചാടുന്നേ? വീണ് കഴിഞ്ഞാൽ പണിയാവല്ലോ. ഉണ്ടക്കല്ലുണ്ട് ചവിട്ടി. ഇനിയിപ്പോൾ ഇരുട്ടായ ഇനിയിപ്പോൾ എവിടുന്നേലൊക്കെ പൊത്തിയാടി വരും. മഴ ഉണ്ടായിരുന്നു എപ്പോഴും ഇറങ്ങിയാണ് കേട്ടോ. ഈ മഴ ഏറ്റവും കൂടുതൽ ഇറങ്ങുന്നത്? മഴയിൽ ഇവർക്കെല്ലാം ഇഷ്ടം. മഴയാകുമ്പോഴേ ആന, കാട്ടുപോത്ത്, പന്നി ഇവർക്കെല്ലാം മഴയാണ് ഇഷ്ടം. മഴയുണ്ടെന്ന് തോന്നുന്നു. എല്ലാം കൊല്ലിയാനടിക്കുന്നുണ്ട്, ഇടിയും മുഴക്കുന്നുണ്ട്. റോഡെല്ലാം പോകുന്നത്.
ഇനിയിപ്പം മൃഗങ്ങൾ കൂടത്തേ ഉള്ളൂ. മൃഗങ്ങളെ വനത്തിനകത്തൊന്നും തീറ്റയില്ലല്ലേ, അതിനകത്ത് വരില്ല, ഒന്നുമില്ല. എല്ലാം ഇന്ന് ആന പെരിയെ മൊത്തം നാട്ടുമ്പുറത്തായി. നാട്ടുമ്പുറത്ത് ഇഷ്ടംപോലെ തിന്നാണ്ടല്ലോ. ഇത് തീറ്റേണ്ട പോകത്തില്ല കേട്ടോ. ഇനിയിപ്പോൾ പത്തറയൊക്കെ പോയേ ആ തെങ്ങ്, കവുങ്ങ്, വാഴ ഇതെല്ലാം കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആന പോവും. ആന ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇതിപ്പോൾ 2 എണ്ണം കയറിയില്ലേ, ബാക്കി എല്ലാം കയറും. 2 ആന കയറി കഴിഞ്ഞാൽ പിന്നെ ബാക്കി കംപ്ലീറ്റ് ആനയും പോവും. കാരണം അവർ ഒരു പ്രാവശ്യം കയറി ആ ആനയുടെ വഴിത്താര കണ്ടും കയറി പോവുക. ആ വഴിത്താരേ കണ്ടും കയറി പോവും. അവർക്കറിയാം 2 എണ്ണം ഒരെണ്ണമെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അവർ തിരിച്ച് വരാനുള്ള വഴി നോക്കി വെച്ചിട്ട് പോവും. അഥവാ ഒരു അപകടം ഉണ്ടാവും പറഞ്ഞാൽ അവർ ആ വഴി മുങ്ങും. അല്ലെങ്കിൽ എവിടെയെങ്കിലും മുങ്ങി ഒളിച്ച് നിങ്ങളെ പിടികിട്ടത്തില്ല. പിന്നെ കാട്ടിനകത്ത് കയറി എവിടെയെങ്കിലും പമ്മി ചെയ്യുന്ന പോലും അറിയത്തില്ല. ഈ വലിയ ജീവിയായാലും കൊച്ചിരി കാട് കിട്ടിയാൽ അത് ഒളിഞ്ഞിരിക്കും. കാരണം ആന കറുപ്പല്ലല്ലോ കാണുന്നത്. ഇല്ല മണ്ണും ചെടിയെല്ലാം വാരിയിട്ടേ ഇങ്ങനെ നിൽക്കില്ല. അതുകൊണ്ട് നമ്മൾ തിരുവാരിപ്പെട്ട ചിലപ്പോൾ നമ്മൾ മഴയൊക്കെ മഞ്ഞൊക്കെ ആന നിന്നാൽ കാണത്തില്ല. മഞ്ഞാങ്കിൽ ഒട്ടും കാണത്തില്ല ആന നിൽക്കുന്നത്. കറുപ്പില്ലല്ലേ, മണ്ണും ചെളിയായിട്ട് നിൽക്കില്ലേ. ഇത് വേളിയിൽ നിന്ന് വരുന്ന ഏറ്റവും അങ്ങുന്ന് വരുന്ന വെള്ളം. ഈ അവിടെ നമ്മുടെ മലയുടെ കുക്കളിൽ നിന്ന് വരുന്ന വെള്ളം ഇത്. ഈ കാര ഈ വെള്ളം ഇത് നമ്മുടെ മലയുടെ മേലത്തെ മലയുടെ പുക്കളിൽ നിന്ന് വരുന്ന വെള്ളം. അത് നല്ല 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 വെള്ളമാണ്. അഴുക്കൊന്നും ഇല്ലാത്ത നല്ല സൂപ്പർ വെള്ളം. ഇവിടുന്ന് നമ്മൾ അവിടെ മേളിൽ നിന്ന് അങ്ങ് ഞങ്ങളുടെ വീടിൻ്റെ അവിടെ ഓസിട്ടേക്കുന്നത്. ഇനി വണ്ടേന്ന് ഓസിട്ട് അങ്ങ് അവിടെ ഇവിടെ വെള്ളം വരും. കുടിക്കാൻ ഉപയോഗിക്കും അല്ലേ? ആ നല്ല വെള്ളമല്ലേ. കിണറൊന്നും ഇല്ല എന്നറിയാം. കിണറുണ്ട്, എന്നാലും ഈ വെള്ളം നമുക്ക് ഉണക്കത്തേക്കേ കിണ്ടി പറ്റിയാലും ഈ വെള്ളം കിട്ടും പോലെ കിട്ടും. അങ്ങനെ ഉപകാരം ഈ തോട്. ഓക്കെ.